അമേരിക്കയുടെ സൈനിക പ്രവർത്തനങ്ങൾ, ഭരണം, തന്ത്രപരമായ ആസൂത്രണം എന്നിവയുടെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്നിടമാണ് പെന്റഗൺ. ഇവിടെ നടക്കുന്ന പ്രധാന നീക്കങ്ങളെല്ലാം തന്നെ അതീവ രഹസ്യമായിരിക്കും. രാജ്യത്തിന്റെ പ്രതിരോധ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും സൈനിക പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതിലും മറ്റ് സർക്കാർ ഏജൻസികളുമായും അന്താരാഷ്ട്ര പങ്കാളികളുമായും ഏകോപിപ്പിക്കുന്നതിലും പെന്റഗൺ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അമേരിക്കൻ സൈന്യത്തിന്റെ ശക്തിയുടെയും തീരുമാനമെടുക്കലിന്റെയും ഇരിപ്പിടമെന്ന നിലയിൽ പെന്റഗൺ അമേരിക്കൻ സൈനിക ശക്തിയുടെയും തന്ത്രപരമായ സ്വാധീനത്തിന്റെയും പ്രതീകമാണ് എന്ന് തന്നെ പറയാം. നിലവിൽ അടിസ്ഥാന സൗകര്യങ്ങൾ നവീകരിക്കുക, സൈബർ സുരക്ഷാ ഭീഷണികളെ നേരിടുക, ചൈനയും റഷ്യയും പോലുള്ള വൻ ശക്തികളുമായുള്ള മത്സരം, ഉയർന്നുവരുന്ന ആഗോള സുരക്ഷാ വെല്ലുവിളികളുമായി പൊരുത്തപ്പെടുക എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന പ്രശ്നങ്ങൾ പെന്റഗൺ നേരിടുന്നുണ്ട്. രാജ്യത്തിന്റെ ഒരു പ്രധാന പ്രവർത്തന മേഖലയായ പെന്റഗണിൽ നിന്നും പക്ഷേ അടുത്തിടെയായി പുറത്തുവരുന്ന വാർത്തകൾ അമേരിക്കയ്ക്ക് അത്ര നല്ലതല്ല. അങ്ങേയറ്റം സുരക്ഷാ വീഴ്ചയും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ അതീവ സുരക്ഷാ നടപടിക്രമങ്ങൾ അധികൃതരിൽ നിന്ന് തന്നെ പുറത്തേക്ക് എത്തുക എന്നത് ഒരു സംരംഭം എത്രത്തോളം വീഴ്ചയിലേക്ക് എത്തിയെന്നതിന്റെ തെളിവാണ്. പെന്റഗൺ കഴിഞ്ഞൊരു മാസമായി ആകെ കുഴപ്പങ്ങൾ നിറഞ്ഞ അവസ്ഥയിലാണ്. തന്ത്രപ്രധാനമായ പ്രവർത്തന പദ്ധതികളുടെ ചോർച്ച മുതൽ കൂട്ടപ്പിരിച്ചുവിടലുകൾ വരെ ഇവിടെ നടക്കുന്നുവെന്നാണ് രാജിവെച്ച പെന്റഗൺ വക്താവ് ജോൺ ഉള്ളിയോട്ട് പറഞ്ഞത്. അതുമാത്രമല്ല, കൂട്ടരാജിയും പെന്റഗണിന്റെ തകർച്ചയ്ക്ക് വഴിവെക്കുന്നുണ്ട്. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് എഫിഷ്യൻസി വകുപ്പിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് പെന്റഗണിന്റെ അതിവേഗ സാങ്കേതിക വികസന വിഭാഗമായ ഡിഫൻസ് ഡിജിറ്റൽ സർവീസിലെ മിക്കവാറും എല്ലാ ജീവനക്കാരും വരും മാസത്തിൽ രാജിവെക്കുമെന്ന് ഡയറക്ടറും ഓഫീസിലെ നിലവിലുള്ള 3 അംഗങ്ങളും പറയുകയുണ്ടായി. ഈ നീക്കം ഏപ്രിൽ അവസാനത്തോടെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള പെന്റഗണിന്റെ പ്രവർത്തനത്തിൽ തടസ്സം സൃഷ്ടിച്ചേക്കാം. ദേശീയ സുരക്ഷാ പ്രതിസന്ധികളിൽ പെന്റഗണിന് വേഗത്തിലുള്ള സാങ്കേതിക പരിഹാരങ്ങൾ നൽകാൻ സഹായിക്കുന്നതിനും സിലിക്കൺ വാലി ശൈലിയിലുള്ള നവീകരണം പെന്റഗണിനുള്ളിൽ എത്തിക്കുന്നതിനും വേണ്ടി 2015 ഡിഫൻസ് ഡിജിറ്റൽ സർവീസ് സൃഷ്ടിച്ചത്. 14 പേരടങ്ങുന്ന ഇതിന്റെ ഡയറക്ടർ ജെന്നിഫർ ഹേ മെയ് 1 രാജിവെക്കാൻ പദ്ധതിയിടുന്നുണ്ട്. അതിനു പിന്നാലെയാണ് ബാക്കിയുള്ളവരും നിലവിൽ രാജിസന്നദ്ധത അറിയിച്ചത്. ഇവരുടെ രാജിക്ക് പിന്നാലെ ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഏറ്റെടുത്തേക്കും. പെന്റഗണിന്റെ പ്രവർത്തനങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനും AI സ്വീകരിക്കുന്നതിനുമുള്ള ഇലോൺ മസ്കിന്റെ ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു പ്രവർത്തകർക്ക് മേൽ നേരത്തെ നൽകിയ സമ്മർദ്ദമെന്നും ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഗവൺമെന്റിനുള്ളിലെ മറ്റ് നിരവധി ഡിജിറ്റൽ ആധുനികവൽക്കരണ മേഖലകൾക്കും സമാനമായ വെല്ലുവിളി നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഗവൺമെന്റിന്റെ സാങ്കേതിക വിദ്യ ആധുനികവൽക്കരിക്കാനും സാങ്കേതിക പ്രതിഭകളെ ആകർഷിക്കാനും സഹായിച്ച US ഡിജിറ്റൽ സർവീസ് ഇപ്പോൾ വൻതോതിലുള്ള പിരിച്ചുവിടലുകൾക്കൊടുവിൽ മസ്കിന്റെ കൈവശമായി കഴിഞ്ഞു. GSAയിലെ ഒരു സാങ്കേതിക യൂണിറ്റായ 18F എന്ന പ്രോഗ്രാമും മസ്ക് തന്റെ വരുതിയിലാക്കിയതായി റിപ്പോർട്ടുകളുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരെ ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുന്നതിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് തെറ്റുപറ്റിയെന്നാണ് പെന്റഗണിൽ നിന്നും ഉയരുന്ന ആരോപണങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. പെന്റഗണിലെ ഉന്നത പദവികളിലെ തകർച്ചയാണ് ഏറ്റവും പുതിയ പൊട്ടിത്തെറി. നേരത്തെ യമനിലെ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങളുടെ വിവരങ്ങൾ ചർച്ച ചെയ്ത ഗ്രൂപ്പിൽ മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്തിയ സംഭവം ഏറെ വിവാദമായിരുന്നു. അതിനു പിന്നാലെ ആ വിവരങ്ങൾ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് തന്റെ കുടുംബാംഗങ്ങളുമായും ചർച്ച ചെയ്തു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. പീറ്റ് ഹെക്സത്ത് തന്റെ സ്വകാര്യ ഫോണിൽ ഒരു പ്രത്യേക സിഗ്നൽ ഗ്രൂപ്പ് ചാറ്റ് സൃഷ്ടിച്ച് അതുവഴി യമനിലെ യുദ്ധതന്ത്രങ്ങൾ ഭാര്യ, സഹോദരൻ, അഭിഭാഷകൻ, സുഹൃത്തുക്കൾ എന്നിവരുൾപ്പെടെയുള്ളവർക്ക് പങ്കുവച്ചതായാണ് റിപ്പോർട്ട് വന്നത്. ന്യൂയോർക്ക് ടൈംസ് ആണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തിരുന്നത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാനുപയോഗിച്ച യുദ്ധവിമാനം പുറപ്പെടുന്ന സമയം ഉൾപ്പെടെയുള്ള സെൻസിറ്റീവായ വിവരങ്ങൾ ഹെക്സത്ത് തന്റെ കുടുംബവുമായും അഭിഭാഷകരുമായും പങ്കിട്ടതായാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനു പുറമെ ഹെക്സത്തിന്റെ ഭാര്യയും മുൻ ഫോക്സ് ന്യൂസ് പ്രൊഡ്യൂസറുമായ ജെന്നിഫർ വിദേശ സൈനിക പ്രതിനിധികളുമായുള്ള സുപ്രധാന മീറ്റിംഗുകളിൽ പങ്കെടുത്തതായി വാൾ സ്ട്രീറ്റ് ജേണലും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. അമേരിക്കയിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഔദ്യോഗിക ഗ്രൂപ്പിനു പുറമെ മറ്റൊരു ഗ്രൂപ്പ് ജനുവരിയിലാണ് ഹെക്സത്ത് സൃഷ്ടിച്ചത്. ഡിഫൻസ് ടീം ഹഡിൽ എന്ന് പേരിട്ട ഈ ഗ്രൂപ്പിൽ ഹെക്സത്തിന്റെ ഭാര്യയും സുഹൃത്തുക്കളും അടക്കം 1 ഡസനോളം ആളുകളുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഫോണിലല്ല, മറിച്ച് സ്വകാര്യ ഫോണിലാണ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതെന്നാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ മാസമാണ് യമനിലെ ഹൂതികൾക്കെതിരായ അമേരിക്കൻ യുദ്ധതന്ത്രങ്ങൾ ചർച്ച ചെയ്ത ഗ്രൂപ്പിൽ അറ്റ്ലാന്റിക് എഡിറ്റർ ഇൻ ചീഫ് ജെഫ്രി ഗോൾസ്ബെർഗിനെ അബദ്ധത്തിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ മൈക്കൽ വാൾട്സ് ഉൾപ്പെടുത്തിയത്. മാധ്യമപ്രവർത്തകനെ ഉൾപ്പെടുത്തിയ വിഷയത്തിൽ പിന്നീട് മൈക്കൽ വാൾട്സ് പരസ്യമായി ക്ഷമ ചോദിച്ചിരുന്നു. യമനിലെ അമേരിക്കയുടെ ആക്രമണത്തിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പിൽ വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ, മറ്റ് ഉന്നത അമേരിക്കൻ ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. മെസ്സേജിംഗ് ആപ്പായ സിഗ്നലിലാണ് ഈ ഗ്രൂപ്പ് പ്രവർത്തിച്ചിരുന്നത്. അപകടത്തിലാക്കിക്കൊണ്ട് ഇത്ര നിസ്സാരവൽക്കരിച്ച് കാര്യങ്ങളെ എടുക്കുന്ന ഉദ്യോഗസ്ഥരെയാണ്
ട്രംപ് തന്റെ ഭരണകൂടത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നത് വലിയ വിമർശനങ്ങൾക്കാണ് വഴിവെക്കുന്നത്. അതുമാത്രമല്ല, കൂടുതൽ പേർ ഇനിയും രാജിവെച്ച് പോകുമെന്നും ഇനിയും പെന്റഗണിൽ നിന്ന് ഇതിലും വലിയ പൊട്ടിത്തെറികൾ പുറത്തുവരുമെന്നുമാണ് പെന്റഗൺ റിപ്പോർട്ടർമാർ പറയുന്നത്. വേണ്ടപ്പെട്ടവരെയെല്ലാം അധികാരത്തിലിരുത്തി അവർ ചെയ്യുന്ന കുറ്റങ്ങളെ ന്യായീകരിക്കുകയും അതിനെതിരെ നടപടികൾ എടുക്കാതിരിക്കുകയും ചെയ്യുന്നതിലൂടെ അമേരിക്കയുടെ സുരക്ഷയും രഹസ്യ നീക്കങ്ങളെയുമാണ് ട്രംപ് ഇല്ലാതാക്കുന്നത്. അതിനുള്ള തുടക്കം മാത്രമാണ് ഇപ്പോൾ പെന്റഗണിൽ തുടങ്ങിയിരിക്കുന്ന ഈ വിള്ളലുകൾ.